സിനിമകളെ സീരീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നല്ല സിനിമകളും നല്ല സീരീസും ഒക്കെ എവിടെ നിന്നാണെങ്കിലും തപ്പി കണ്ടുപിടിക്കും. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ തപ്പുന്ന പല ആൾക്കാരുടെ കണ്ണിപ്പെടാണ്ട് പോകുന്ന നല്ല ഒരുപാട് സീരീസുകളുണ്ട്. അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളും സീരീസും ഒക്കെ കാണും. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ, അതായത് നിങ്ങൾ അധികം ആൾക്കാരും കേൾക്കാത്ത എന്നാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട 5 കിഡിലൻ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സീരീസുകളെ പറ്റിയാണ്. അപ്പോൾ അധികം പറഞ്ഞു വെറുപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെയിൻ പേര് പോലെ തന്നെ വെയിൻ എന്ന് പറയുന്ന ഒറ്റ മൈൻഡുള്ള ഒരു പയ്യനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് നീങ്ങുന്നത്. സ്കൂളിലും നാട്ടിലുമൊക്കെ എപ്പോൾ കണ്ടാലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ, അതായത് തൻ്റെ നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കയറി പിടിച്ചിരിക്കും. എങ്ങനെയാണെങ്കിലും പയ്യൻ കയറി പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ സ്കൂളിലെ സാറിനോ നാട്ടിലുള്ള ആൾക്കാർക്കോ ഒന്നും ഈ പയ്യനെ നന്നാക്കാൻ പറ്റുന്നില്ല. 16-ാം വയസ്സിൽ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന നമ്മുടെ നായകൻ. അപ്പോൾ അങ്ങനെ ഇരിക്കെ വെയിൻ്റെ അച്ഛൻ മരിച്ചു പോവുകയാണ്. ആകെ മൊത്തത്തിൽ ആളുടെ ആ ഒരു സമനില തന്നെ ചെറുതായിട്ടൊന്ന് തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന ടൈമിലാണ് നമ്മുടെ നായകൻ ഒരു ഐഡിയ കിട്ടുന്നത്. തൻ്റെ അച്ഛൻ്റെ കാണാണ്ട് പോയൊരു കാറുണ്ട്, അതെങ്ങനെ പോയാലും കണ്ടുപിടിക്കണം. അതായത് ഒരു ടീം എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ അവന്മാരുടെ കയ്യിൽ നിന്ന് ആ കാർ എങ്ങനെ പോയാലും തിരിച്ചെടുക്കണമെന്ന് കരുതിയിട്ട് നമ്മുടെ നായകൻ ആ ഒരു കാർ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ നായകൻ്റെ മുന്നിലേക്ക് ഒരു പെണ്ണും വന്ന് വിടുന്നുണ്ട്. നായകനെ ഒരു ക്രഷ് അടിക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണും വന്ന് വിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ കാർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ടുപേരുടേതായിട്ടുള്ള ഒരു പുതിയ ലൈഫ് അല്ലെങ്കിൽ ഒരു പുതിയ പർപ്പസ് തേടിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ നായകൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കാർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നായികയ്ക്കും ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ആ കാർ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതും ഇതിനിടയ്ക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളും അതിൻ്റെ അവസാനം ഈ ഒരു കാർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലത്തുണ്ടാവുന്ന കാര്യങ്ങളും. 16 വയസ്സുള്ള പയ്യനാണ് ഈ ഒരു കാർ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നോക്കട്ടെ. രണ്ടുപേരും കൂടി ഒരു ബൈക്കൊക്കെ എടുത്തിട്ടാണ് പറപ്പിച്ചടിച്ച് പോകുന്നത്. അപ്പോൾ വലിയ വലിയ ഗ്യാങ്സ് ഒക്കെ ആയിട്ടാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ പോയി അവസാനിക്കും, ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു കാർ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്, ഇതിനിടയ്ക്ക് ഇവർ പല പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്ന വളരെ ഗംഭീരമായിട്ടുള്ളൊരു സീരീസാണ് വെയിൻ. ഇതൊരു കോമഡി കാറ്റഗറിയിലേക്കും പെടുത്താൻ പറ്റും. ചില സമയത്തൊക്കെ നമുക്ക് ഇമോഷണലി ഭയങ്കര കണക്ഷൻ വരും. ആൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആണ്. നമ്മുടെ എൻഡ് ഓഫ് ദ ഫക്കിംഗ് വേൾഡ് ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എനിക്ക് അതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് വെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് സീസണിന് വേണ്ടി ഞാൻ വളരെയധികം പ്രതീക്ഷയാണ് ഇരുന്നത്. പക്ഷേ ഈ സംഭവം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആൻഡ് ആക്ച്വലി ഈ ഒരു സീരീസ് ഞാൻ കാണുന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബിലാണ് ആക്ച്വലി ഇവർ ഈ ഒരു സീരീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് വളരെ യാദൃശികമായിട്ട് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇതൊരു ഗംഭീര ഐറ്റം ആണെന്ന് മനസ്സിലായി. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള എന്നാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മാരക ഐറ്റം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഉടായ്പ തോന്നുമെങ്കിലും ഇതൊരു മാരക ഐറ്റമാണ്. അതായത് നിങ്ങൾക്ക് ബ്രേക്കിംഗ് ബാഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോഡേൺ കോമഡി വേർഷനാണ് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ് എന്ന സീരീസ്. ഇത് നെറ്റ്ഫ്ലിക്സിനകത്ത് അവൈലബിൾ ആണ്. ഇതൊരു ജർമ്മൻ സീരീസ് ആണ്. പക്ഷേ ജർമ്മൻ സീരീസ് ആണെന്നും പറഞ്ഞ് ലാംഗ്വേജ് പ്രശ്നമാണെന്ന് പറഞ്ഞ് പോരുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡബ് കിട്ടും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ലാഗ് ഇല്ലാണ്ട് ബിഞ്ചടിച്ച് വളരെ എൻഗേജ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റോറി ലൈൻ കേൾക്കുമ്പോൾ തന്നെ ഇത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ നായകൻ വലിയൊരു പഠിപ്പിസ്റ്റാണ്, ആൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ നായകൻ അത്രയ്ക്ക് കൂൾ ആൻഡ് സ്റ്റൈലിഷ് അല്ലാത്തത് കൊണ്ട് നായിക ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലൊക്കെ ഇരുന്ന് നമ്മുടെ നായകൻ ഒരു തീരുമാനം എടുക്കുകയാണ്, കുറച്ചും കൂടെ കൂൾ ആൻഡ് സ്റ്റൈലിഷ് ആവാൻ ഒരു പരിപാടി തുടങ്ങണം. എല്ലാവരും ഡ്രഗ്സും സംഭവങ്ങളൊക്കെ സെല്ല് ചെയ്ത് ഒരുപാട് കൂൾ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകും, ഞാനും ഡ്രഗ്സ് സെല്ല് ചെയ്യാൻ പോകുന്നു, പക്ഷേ ഓൺലൈനായിട്ട്. അപ്പോൾ ഓൺലൈനായിട്ടൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് നമ്മുടെ നായകൻ ഡ്രഗ്സ് സെല്ല് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഒരു സാധാരണ പ്ലാറ്റ്ഫോമായിട്ട് പരിപാടിയെ തുടങ്ങി വെച്ച നമ്മുടെ നായകന് പിന്നീട് നേരിടേണ്ടി വരുന്നത് വലിയൊരു സംഭവമാണ്. അതായത് ഒരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയ ഈ ഒരു ഓൺലൈൻ ഡ്രഗ്സ് സെല്ലിങ് ആക്ച്വലി വലിയൊരു സംഭവമായിട്ട് വലിയൊരു ശൃംഖലയായിട്ട് തന്നെ അങ്ങ് മാറി. പിന്നെ ഈ ഒരു നായകൻ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. നായകൻ്റെ കൂടെയുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ആവും. ഈ നമ്മുടെ തേച്ചിട്ട് പോയ നായിക തിരിച്ചു വരുമോ, അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിന് എന്തൊക്കെ വലിയ വലിയ കാർട്ടൽസ് ഒക്കെ ആയിട്ടാണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് കാണിച്ചു തരുന്ന നമ്മുടെ ബ്രേക്കിംഗ് ബാഡിൻ്റെയൊക്കെ ഒരു മിനി കോമഡി വേർഷനാണ് ആക്ച്വലി ഈ ഒരു ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഗംഭീര ഐറ്റമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ടീനേജ് ഡ്രാമ സീരീസുകളോടൊക്കെ താല്പര്യമുണ്ട്, അതായത് സെക്സ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഫക്കിംഗ് വേൾഡ് മോഡലിലുള്ള ഐറ്റംസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കിഡിലൻ ഐറ്റമാണ് ഈ ഒരു സീരീസ്. ഫ്ലീബാഗ് പേര് പോലെ തന്നെ ഫ്ലീബാഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് മുൻപോട്ട് നീങ്ങുന്നത്. തൻ്റെ ലൈഫിൽ ഒരു ട്രാജഡി നടന്നതിന് ശേഷം ഈ ഒരു ക്യാരക്ടർ കുറേയധികം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫ്ലീബാഗ്. ആള് പല ആൾക്കാരോട് സംസാരിക്കുന്ന രീതികളിലും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന രീതികളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫ്ലീബാഗിനെ. ഈ പള്ളിയിലച്ഛനോടൊക്കെ പ്രണയം തോന്നുക, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിരുന്ന് കന്നന്തിരിവ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള
വൃത്തികെട്ട പരിപാടികളും കാണിക്കുന്ന ഒരു തരത്തിലുള്ള നാണമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ഫ്ലീബാഗ്. അപ്പോൾ ഫ്ലീബാഗ് ചെയ്ത് കൂട്ടുന്ന പല പ്രശ്നങ്ങളെയും വെച്ചുകൊണ്ട് 2 സീസണിലായിട്ട് കാണിച്ചു പോകുന്ന സീരീസാണ് ഈ ഒരു ഫ്ലീബാഗ് എന്ന് പറയുന്ന സീരീസ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ്. അതായത് നമുക്ക് ഒരുപാട് കുത്തിപ്പിടിച്ചിരുന്ന് ചിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് കോമഡി ഡ്രാമ സീരീസ് ആണ് ഈ ഒരു ഫ്ലീബാഗ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും ചാൻസ് ഇല്ല. കോമഡി സീരീസുകളോടൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരോട് ഒരു താല്പര്യമുണ്ട്. സൈക്കോളജിക്കലി ഒരു കോമഡി ഐറ്റമായിട്ട് നിൽക്കുന്ന സീരീസുകളോട് താല്പര്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലീബാഗ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെ നിരാശരാക്കത്തില്ല. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. റെസിഡന്റ് ഏലിയൻ പേര് പോലെ തന്നെ ഒരു ഏലിയനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന, ഭൂമിയിലേക്ക് വളരെ യാദൃശികമായിട്ട് വന്ന് പെടുകയും അതിനുശേഷം തന്നെ മെഷീൻ നടത്തി തീർക്കാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഒരു ഏലിയനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് മുൻപോട്ട് നീങ്ങുന്നത്. നമ്മുടെ നായകനായിട്ടുള്ള ഏലിയൻ്റെ ക്യാരക്ടർ ഒരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയാണ്. ആൾക്കൊരു മെഷീൻ ഉണ്ട്. അപ്പം വന്ന് പെടുന്നതോ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അപ്പോൾ ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറിൻ്റെ രൂപത്തിലാണ് ഈ ഒരു ഏലിയൻ ജീവിക്കുന്നത്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കരുതുന്നത് അത് നമ്മുടെ നാട്ടിലെ ഡോക്ടറാണെന്നാണ്. പക്ഷേ ആക്ച്വലി അത് ആ ഒരു ഏലിയനാണ്. ഏലിയൻ ആയിക്കൊള്ളട്ടെ നമ്മുടെ ഭൂമിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ ടൈം എടുക്കും. കാരണം ഏലിയൻ്റെ സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഏലിയൻസിൻ്റെ സൊസൈറ്റിയും നമ്മുടെ സൊസൈറ്റിയൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ സ്വഭാവം നമ്മുടെ സ്വഭാവം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മനുഷ്യന്മാരായിട്ട് ഒന്ന് സെറ്റ് ആവാൻ ഈ ഒരു ഏലിയന് കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വളരെ ഫണ്ണി ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് റെസിഡന്റ് ഏലിയൻ എന്ന് പറയുന്നത്. ഒരേ സമയം കുറച്ച് എൻഗേജിങ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫണ്ണി ആയിട്ടും കാണാൻ പറ്റും. കാരണം ഈ ഒരു ഏലിയൻ്റെ മിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് സീൻ പിടിച്ച സംഭവമാണ്. അതുപോലെ തന്നെ ഏലിയൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്. കാരണം ഈ ഒരു ഏലിയൻ മനുഷ്യൻ്റെ രൂപത്തിൽ നടക്കുമ്പോഴത്തേനും അത് ഫേഷ്യലി ചെയ്ത് കാണിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. അതായത് ഏലിയൻ വളരെ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനുഷ്യൻ്റെ മോന്ത വെച്ച് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര കോമഡി ആയിരിക്കും, ഭയങ്കര വിയേർഡായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ വളരെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇതിൻ്റെ സീസൺ 1 ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സീരീസിൻ്റെ സീസൺ 1 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്ര എൻഗേജിങ് ആൻഡ് ഫണ്ണി ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് കോമഡി സീരീസുകളോട് പ്ലസ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയോടും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു റെസിഡന്റ് ഏലിയൻ എന്ന് പറയുന്നത്. ദ എക്സ്പാൻസ് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസുകളുടെ കാറ്റഗറിയിൽ ഒരു ടോപ്പ് 5-ലെങ്കിലും ദ എക്സ്പാൻസിനെ കൊണ്ടുവെക്കും. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സയൻസ് ഫിക്ഷൻ സീരീസുകൾക്കിടയിലുള്ള ഗെയിം ഓഫ് ത്രോൺസ് ആണ് ആക്ച്വലി ഒരു സീരീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് സയൻസ് ഫിക്ഷൻ സീരീസും കൂടെയാണ് ദ എക്സ്പാൻസ്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഭൂമിയിൽ നിന്നും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ലോകത്തേക്കാണ് ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഭൂമിയിൽ നിന്നും ആളുകൾ സോളാർ സിസ്റ്റത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അതായത് പല മൂൺസിലായിട്ടും പല മനുഷ്യനിർമ്മിതമായിട്ടുള്ള മൂൺസിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിനകത്തും അതുപോലെ തന്നെ മാർസ് ഒക്കെ പോലുള്ള ഗ്രഹങ്ങളിലേക്കൊക്കെ ആയിട്ട് ആൾക്കാർ ചേക്കേറി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യന്മാർ മൊത്തത്തിൽ ചിന്നിച്ചെതറി കിടക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഓരോരോ ഗവൺമെൻറ് പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. ഒരു ഇൻഡർസ്റ്റെല്ലാർ പോലീസ് നെറ്റ്വർക്കും അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയൊരു ശൃംഖലയായിട്ട് തന്നെ, അതായത് സോളാർ സിസ്റ്റത്തിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ മനുഷ്യന്മാരുടെ ആ ഒരു സംഭവം ചെന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു പെൺകുട്ടി കാണാണ്ടാവുകയാണ്. അപ്പം ജോസഫസ് മില്ലർ എന്ന് പറയുന്ന ഒരു ഇൻഡർസ്റ്റെല്ലാർ ഡിറ്റക്റ്റീവ് ഓഫീസർ ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ തിരോധാനം ആക്ച്വലി ഈ ഒരു ഓഫീസറിനെ കൊണ്ട് എത്തിക്കുന്നത് ഹ്യൂമാനിറ്റിക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്ന വലിയൊരു ത്രെട്ടിലേക്കാണ്. അതായത് ഈ ഒരു മനുഷ്യന്മാരെ തന്നെ മൊത്തം ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള സംഭവത്തിൻ്റെ അടുക്കലേക്കാണ്. ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു സയൻസ് ഫിക്ഷൻ വേർഷനെ പറ്റിയാണ്. നിങ്ങൾ ഒന്ന് ഊഹിച്ചെടുക്കുക ഇത് ഏത് ലെവലിലേക്കായിരിക്കും പോകുന്നതെന്ന്. ഇതൊരു ഒറ്റ സ്റ്റോറി ലൈൻ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. റോസിനാൻഡെ എന്ന് പറയുന്ന ഒരു ഷിപ്പ് ഇതിനകത്തുണ്ട്. ആ ഷിപ്പിനകത്ത് ക്രൂവിൻ്റെ സ്റ്റോറി ലൈൻ പറയുന്നുണ്ട്. മാർസിൽ ജീവിക്കുന്ന കുറച്ച് ഓഫീസേഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ സോൾജേഴ്സിൻ്റെ സ്റ്റോറി ഈ ഒരു സീരീസ് പറയുന്നുണ്ട്. ഇങ്ങ് ഭൂമിയിലെ യുഎനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സ്റ്റോറി പറയുന്നുണ്ട്. ഇതൊരു വലിയ പൊളിറ്റിക്കലി പ്ലസ് കുറേ റിബല്യൻസ്, സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള വേറെ മറ്റു കാര്യങ്ങൾ. ഇന്നത്തെ ഈ ഒരു ഭൂമി കുറച്ചൊരു 100-200-300 വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ആക്യുറേറ്റ് വേർഷനാണ് ആക്ച്വലി ദ എക്സ്പാൻസ് എന്ന് പറയുന്നത്. കാരണം അത്ര ഗംഭീരമായിട്ട് സയൻസിനെ ഫോളോ ചെയ്ത് ഇവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് സീരീസ് എന്ന് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും. ആ ലെവലിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗംഭീരമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ സയൻസ് ഫിക്ഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മാസീവ് ഐറ്റമാണ് ദ എക്സ്പാൻഷൻ. ഇതിൻ്റെ വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ആകെ മൊത്തത്തിലുള്ള എല്ലാവിധ സംഗതികളിൽ നിന്നും പറയുന്നത് അത്രയും പീക്കാണ്. പക്ഷേ ഇത് ഇത്ര അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ട് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സീക്വൽസോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാത്തത്. പക്ഷേ ഭാവിയിൽ കുറേ റെക്കഗ്നീഷൻ കിട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇതിൻ്റെ നല്ല സീക്വൽസും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പിന്നോസും ഒക്കെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ബട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക.